ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ മുൻവശത്തുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് അങ്ങനെ മൂടി കെട്ടിയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് ഇന്നുണ്ടായിരുന്നത്. പിന്നെ അതാ പാടത്തൊക്കെ നിറയെ നമ്മുടെ കുറ്റികൾ വന്നിരിക്കുന്നുണ്ട്. കുറ്റി, കൊക്ക് അങ്ങനെയൊക്കെ പറയൂ കേട്ടോ നമ്മുടെ ഇവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കിച്ചണിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൊല എന്ന് പറയുന്നത് നമുക്കൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ളൊരു കൊലയാണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഗ്രീഷ്മേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന ദിവസം. അപ്പോൾ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പേര് കൂടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള കൊലയാണ് കേട്ടോ അത് കൂടാണ്ട് നമ്മൾ കുറച്ച് പഴം ഇവിടെ ലൂസായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പഴം പുഴുങ്ങിയതും പപ്പടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ചോറ് കാര്യങ്ങളൊന്നും നമ്മൾ വെക്കണില്ല. അപ്പോൾ ഇന്ന് വലിയൊരു പണിയില്ല. പിന്നെ ആദ്യം സ്കൂളിലും നമ്മൾ പറഞ്ഞേക്കണില്ല എന്ന് പോകാനുള്ള കാരണം. അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് ചായ അവിടെ തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അടുക്കളത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വലിയൊരു പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വേഗത അടിച്ചു വരാനൊക്കെ കടന്നിട്ടുണ്ട്. അപ്പോൾ വേഗം അടിച്ചു വരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 8:30 പോകുമെന്നാണ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് 9 മണിയായി മാറിയിട്ടാണ്. അപ്പോൾ 8:30 എന്ന് പറഞ്ഞ കാരണം തന്നെ എല്ലാവരും നേരത്തെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുമല്ലോ. അപ്പോൾ പിന്നെ അത് കാരണം വേഗം പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ വേഗം അടിച്ചു വരുന്നുണ്ട്. പിന്നെ അധികം ആൾക്കാരൊന്നുമില്ല. നമ്മുടെ അത്രയും വേണ്ടപ്പെട്ട റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് എല്ലാം കൂടെ ഒരു 10-12 ആൾ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയണത്. അപ്പോൾ ഞാൻ വേഗം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം കുളിച്ച് വന്നിട്ട് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിളക്ക് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ വിളക്ക് വെച്ചിട്ടാണ് ഒരു ദിവസം തുടങ്ങാറ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിനും അടുക്കളയിൽ വന്നപ്പോഴത്തേനും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ആവുമല്ലോ, നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വേഗം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദീനെ എണീപ്പിക്കാൻ വന്നു. അത് കഴിഞ്ഞിട്ട് അവനെ പല്ലേച്ച് കുളിപ്പിച്ച് വന്നപ്പോഴത്തേനും നമ്മുടെ വലിയമ്മയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും വേഗം കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ പെങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അച്ഛൻ്റെ പെങ്ങൾ. പിന്നെ ഞങ്ങൾ വലിയമ്മ എന്നാണ് വിളിക്കുക. രാധ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ തൊട്ടപ്പുറത്ത് തന്നെയാണല്ലോ ചെറിയമ്മ. പക്ഷെ ഞങ്ങൾ അമ്മായി എന്ന് വിളിക്കുക. അച്ഛൻ്റെ അനിയൻ്റെ വീടാണല്ലോ തൊട്ടപ്പുറത്ത്. അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു. ഇത് ആളുടെ മോളാണ് കേട്ടോ, ചെറിയച്ഛൻ്റെ മോളാണ്. ഞാൻ മുന്നത്തെ എൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. അപ്പോൾ അവൾ ഹോസ്റ്റലിലാണ് ഇപ്പോൾ വന്നതാണ്. അവൾക്ക് 2 ആഴ്ച ലീവുണ്ട്. അപ്പോൾ അതിനായിട്ട് വന്നതാണ് അവൾ. അപ്പോൾ അവളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ചടങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിതാ വണ്ടിക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നോവയിലാണ് കേട്ടോ നമ്മൾ പോണത്. കാരണം കുറച്ച് ആൾക്കാരുണ്ടല്ലോ. പിന്നെ അച്ഛൻ സ്കൂട്ടി എടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഗ്രീഷ്മയും കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ടൈറ്റായിട്ട് ഇരിക്കേണ്ടി വരും. അപ്പോൾ അച്ഛൻ വണ്ടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് നമ്മളെല്ലാവരും ഇങ്ങനെ ഇന്നോവയിൽ തന്നെയാണ് പോണത്. പിന്നെ തിരിച്ചു വരുമ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ ആയിരിക്കും കേട്ടോ വരിക. അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ. പിന്നെ പോണ വഴിക്ക് അക്കിക്കാവെന്ന് അവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേനെയും കൂടി എടുക്കണം കേട്ടോ. അപ്പോൾ അമ്മ അവിടെ അക്കിക്കാവ് നിൽക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അമ്മ അവിടെ വെയിറ്റിങ്ങിലാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങളിതാ വേഗം ചങ്ങരംകുളത്ത് വന്നിട്ട് ബേക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു ബേക്കറിയിൽ തന്നെയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും എപ്പോഴും വാങ്ങിക്കാറും. എന്തൊരു വിശേഷം വന്നാലും ഇവിടെ തന്നെയാണ് അച്ഛൻ എല്ലാം വാങ്ങിക്കാറും. അപ്പോൾ അങ്ങനെ 7-ാം മാസത്തിൽ ഏത് കൂട്ടം പലഹാരമായിട്ട് പോകണം എന്നാണ് കേട്ടോ ഈ ഒരു ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതായിട്ട് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ അക്കിക്കാവുന്ന അമ്മേനൊക്കെ എടുത്ത് ഞങ്ങളിതാ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വടക്കാഞ്ചേരി പാർലിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ വീട്. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അധികം ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഗ്രീഷ്മയുടെ ബാക്കിൽ നിൽക്കുന്നത് എൻ്റെ അമ്മായിയാണ് കേട്ടോ. അപ്പോൾ അമ്മായി വന്നിട്ടുണ്ടായിരുന്നു. മാമയൊക്കെ ഞങ്ങൾ കയറുന്നതിന് തൊട്ട് മുന്നേയിട്ട് അവർ രണ്ടാളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛനും മാമയും കൂടി ബേക്കറി ഐറ്റംസൊക്കെ ഉള്ളിൽ കൊടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിത് വേഗം ഉള്ളിൽ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സംസാരിച്ച ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി അവിടെ അവരുടെ കുറച്ച് റിലേറ്റീവ്സും അതുപോലെ തന്നെ അടുത്തുള്ള കുറച്ച് ആൾക്കാരോട് മാത്രമേ അവരും പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളിതാ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് മോളിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്രീഷ്മയ്ക്ക് നമ്മൾ സെറ്റുമുണ്ടാണ് ഇന്നത്തെ ഒരു വേഷം എന്ന് പറയണത്. അപ്പോൾ അത് അമ്മ അവിടെ ഉടുപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാധവല്യമ്മി അതേപോലെ തന്നെ അമ്മ എല്ലാവരും കൂടിയിട്ട് മോളിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവളുടെ ഡ്രസ്സ് അവിടെ അമ്മ മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങോട്ട് താഴത്തേക്ക് പോകുന്നു കേട്ടോ. അമ്മി രാധവല്യമ്മയൊക്കെ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാനും അവരുടെ കൂടെ അങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ പിന്നെ താഴത്ത് വന്നിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അവിടെ ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങി വന്നതാണ്. അപ്പോൾ ആളവിടെ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇവിടെ കുറച്ച് മീൻ കാര്യങ്ങളൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ ഇപ്പോഴും അതാണ് കേട്ടോ ആദ്യം പോയിട്ട് നോക്കുക. നമ്മുടെ ഗപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിവിടെ ഗ്രീഷ്മയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, ഞങ്ങൾ കണ്ണൻ നാട്ടോ വിളിക്കുക ആളേനെ. അപ്പോൾ അവനിതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം നോക്കി. അപ്പോൾ ധാരാളം ഗപ്പികളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വീട്ടിൽ അക്വേറിയം സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞല്ലോ, അത് ഞാൻ ഈ ഒരു സംഭവം കണ്ടിട്ടാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും എന്തായി ഇവരുടെ പുറപ്പാടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെയും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ സെറ്റ് മുണ്ട് ഉടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ മുടി കെട്ടാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ബാക്കിൽ നിന്നൊക്കെ ഇങ്ങനെ അതാ ചീന്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ അത്യാവശ്യം ഉള്ളിലുള്ള മുടിയൊക്കെ ഉള്ള ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ മുടിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പറയായിരുന്നു ഞങ്ങൾ. എന്നിട്ട് ഇതാ മുടിയൊക്കെ ചീന്തി ഒതുക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനും ഞാൻ പറഞ്ഞില്ലേ ചെറിയച്ഛൻ്റെ മോള് എന്ന്, അവൾ പേര് നിമിഷ എന്നാണ്. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇതാ മിറർ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവൾ വാങ്ങിച്ചൊരു പുതിയ കമ്മലും അവിടെ നോക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ നമ്മുടെ പെണ്ണുങ്ങളുടെ സ്വഭാവമാണല്ലോ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് എടുത്ത് നോക്കുക അല്ലെങ്കിൽ ഒന്ന് ഇട്ട് നോക്കുക. അത് നമ്മുടെ ഒരു പൊതു സ്വഭാവമായിപ്പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളും കൂടി മെല്ലെ മെല്ലെ ഇറങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് താഴത്ത് വന്നിട്ട് കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വലിയ ചടങ്ങും കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ഒരു ഇതിലില്ല. അപ്പോൾ ജസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒന്ന് ദക്ഷിണ കൊടുക്കുക. പിന്നെ വീട്ടിൽ വേറെ വല്ല കാരണവന്മാരുണ്ടെങ്കിൽ അവർക്കും ദക്ഷിണ കൊടുക്കുക. അതായത് നമ്മുടെ അമ്മമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി അങ്ങനെ കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ദക്ഷിണ കൊടുക്കുക. അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാട്ടോ. സൗണ്ട് ഒന്ന് ചെറുതായിട്ട് അടഞ്ഞു പോയി. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ചടങ്ങിലേക്ക് കടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബിരിയാണിയുടെ മണടിച്ചപ്പോൾ തന്നെ ആദ്യം അവിടെ വിശപ്പ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവൻ ഒട്ടും ക്ഷമല്ല കേട്ടോ. അത് ബിരിയാണി കണ്ടാൽ മാത്രമുള്ള ഒരു വിശപ്പാണ് കുട്ടിക്ക്. അപ്പോൾ പിന്നെ അത് അവന് വേഗം ആദ്യം തന്നെ അവന് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിക്കാനിരുന്നു കേട്ടോ. ഞാൻ മാത്രമല്ല, ഫസ്റ്റ് ട്രിപ്പിൽ കുറച്ച് പേരൊക്കെ ഇരുന്നു. അമ്മയും ഗ്രീഷ്മയും അച്ഛനൊന്നും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബിരിയാണിയുടെ കാര്യം പറയാതെ വയ്യ കേട്ടോ. അസാധ്യ ടേസ്റ്റ് ആയിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ബിരിയാണി. അതവിടെ അടുത്തുള്ളൊരു ചേട്ടൻ തന്നെയാണ്, ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനാണ് കേട്ടോ, ഇരുമപ്പെട്ടിയുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ആളുടെ ഫുഡാണേ. പിന്നെ ബിരിയാണിയുടെ കൂടെ നല്ല അടിപൊളി പാലട പായസവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പാലട പായസവും അതേ ബിരിയാണി പോലെ തന്നെ അതും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അമ്മയും അച്ഛനും ഗ്രീഷ്മയൊക്കെ കൂടിയിട്ട് സെക്കൻഡ് ട്രിപ്പിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ ബിരിയാണിയും കാര്യങ്ങളൊന്നും കഴിക്കില്ല. അമ്മ വെജിറ്റേറിയൻ ആണ്, പക്ക വെജിറ്റേറിയൻ അല്ല, എന്നാലും ബിരിയാണി ഒന്നും കഴിക്കില്ല. അപ്പോൾ അമ്മ അവിടെ സദ്യയാണ് കേട്ടോ കഴിക്കണത്. അത് പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അവിടെ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള സദ്യയായിരുന്നു കേട്ടോ. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. അപ്പോഴത്തേനും നമ്മുടെ വണ്ടി അവിടെ കൊടുന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാറ്റിയിട്ടായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളത് കൊടുന്നിട്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം വണ്ടിയിലൊക്കെ കയറിയിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്കിനി അവിടെ സ്പേസ് ഇല്ല. അപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെയാണ് കേട്ടോ പോണത്. അപ്പോൾ അങ്ങനെ ഞാനും അച്ഛനും കൂടിയിട്ട് അവരുടെ പിന്നാലെ തന്നെ ഞങ്ങളും വെച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം കേട്ടോ. അപ്പോൾ ഈ ഒരു ചടങ്ങ് എല്ലാവരും നടത്തുന്നുണ്ടാവും. എല്ലാ നാട്ടിലും ഇങ്ങനെ തന്നെയാണോ എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.